ഹെൽപ്പ് ഹെൽപ്പ് ഹെൽപ്പ്. രക്ഷിക്കണേ! എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നേ? ഞാൻ മാനൊന്നുമല്ല, ഞാനൊരു കഴുതയാ. കഴുതയെ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡൈനോസേഴ്സ് നിങ്ങളെ കളിയാക്കും. എന്നെ ഒന്ന് വെറുതെ വിട്, ഒന്ന് പോയിവിടുന്ന്. ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഓ മൈ ഗോഡ്, എത്ര വലിയ ഡൈനോസോഴ്സാ! ഞാൻ വീട്ടിൽ പോയി ഒളിച്ചിരിക്കട്ടെ. ഇവിടെ എങ്ങാനും നിന്നാ ഇതുങ്ങളെല്ലാം എന്നെ പിടിച്ച് തിന്നു കളയും. എവിടെ പോയി? നീ എന്തിനാ വെറുതെ ഇവിടെ നിന്നിങ്ങനെ വിറയ്ക്കുന്നത്? ഞാൻ ഈ കഴുതുകളെ ഒന്നും കഴിക്കാറില്ലടേ. അയ്യേ, എപ്പ കഴിച്ചാൽ അതൊക്കെ തിരിച്ചിങ്ങ് വരും. ഇതെനിക്ക് അപമാനമാണ്, എനിക്ക് ഇൻസൾട്ട് ആണ്. എന്നെ കഴിക്കാതിരിക്കാനും മാത്രം എന്ത് കുറവാണോ എനിക്കുള്ളത്? ഈ അപമാനത്തിന് പ്രതികാരം ചെയ്യും. എന്നെ ഇത്ര അപമാനിച്ചതിന് ശേഷം എനിക്ക് ഓടാൻ കഴിയില്ല. കഴുതകളെ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇയാൾക്ക് തിരിച്ചു വരും അത്രേ. താൻ എന്താ ഉദ്ദേശിച്ചത്? എന്നോട് വെറുതെ ദേഷ്യപ്പെടല്ലേ. നീ ഇത്ര ഇമോഷണൽ ആവുമെന്ന് എനിക്ക് അറിയത്തേയില്ലായിരുന്നല്ലോ. എന്താ ചെയ്യാ? മറ്റുള്ളവരുടെ ദുഃഖം കാണാൻ എനിക്കാവില്ല മകനെ. ശരി, നീ ഇങ്ങ് വാ, നിന്നെ ഞാൻ ഇപ്പൊ തന്നെ കഴിച്ചോളാം. അയ്യോ, സോറി സോറി സോറി, ചെറുതായിട്ടൊന്ന് ആവേശം കൂടി പോയതാ. സോറി. ആ പയ്യൻ നമ്മുടെ ഇരകളെ തട്ടിയെടുത്തു. നമുക്കെന്നാ ഇവനെ തന്നെ ഇരയാക്കാം. അവര് പ്ലാൻ ചെയ്ത് എന്റെ നേരെയാണല്ലോ വരുന്നത്. ഇവരെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ട്രാപ്പ് ചെയ്തേ പറ്റൂ. ഇവരെല്ലാം മിനാറിൽ കൂട്ടിയിടിപ്പിക്കാം. ഇവരെന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ഞാൻ പറന്നു പോകും. അങ്ങനെ ഇവർ അതിലിടിച്ചോളും. ഓ നോ, കൊള്ളാം വീർ, നിന്റെ വർത്തമാനം കേൾക്കുമ്പോ എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. കള്ളനെ പിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. എങ്ങനെ? ഞാൻ കേട്ടിട്ടുണ്ട് കള്ളന്മാരുടെ താടിയിൽ ഒരു വെട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഇവിടെ ആരുടെ താടിയിലാണ് വെട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാ പോരെ? ആരുടെ താടിയിലാണോ വെട്ട് അവനാണ് കള്ളൻ. ഇനി ചിലപ്പോ കള്ളന് താടിയില്ലെങ്കിലോ? അപ്പൊ പിന്നെ കള്ളന് താടി വളരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, അല്ലാതെന്താ? പക്ഷെ നമുക്ക് കാത്തിരിക്കാൻ സമയമില്ലല്ലോ വീർ. അങ്ങനെ സമയം കുറവുള്ളപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളത് പോലെ വിരല് ഞൊടിച്ച് ജിണ്ടുവിനെ വിളിക്ക്. വേഗം വിളിക്ക് ജിണ്ടുവിനെ. വിരല് ഞൊടിച്ചാൽ ഉടനെ അവൻ ഓടി വരികയും ചെയ്യും. ഞൊടിയിട കൊണ്ട് അടുത്ത സെക്കൻഡിൽ കള്ളനെ പിടിക്കുകയും ചെയ്യും. പറയൂ വീർ, ഇന്ന് എന്ത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത്? എന്ത് പ്രയാസമുള്ള ജോലിക്കായിട്ടാണ് എന്നെ വിളിച്ചത്? ജിൻടു, ഞങ്ങളുടെ സ്കൂളിൽ ഏതോ കള്ളൻ വന്നിട്ടുണ്ട്. ആ കള്ളൻ സ്റ്റുഡൻസിന്റെയും ടീച്ചേഴ്സിന്റെ സാധനങ്ങൾ മോഷ്ടിക്കുകയാണ്. നീ പോയിട്ട് ആ കള്ളൻ ആരാന്നുള്ളത് കണ്ടുപിടിക്ക്. ആ കള്ളൻ ആരായാലും അവനെ ഒരു ചാക്കിൽ കെട്ടി എന്റെ മുന്നിൽ കൊണ്ടുവാ. ഇത്രയും സിമ്പിളായ പണിയായിരുന്നോ? ഞാൻ വിചാരിച്ചു നിന്നെ കൊണ്ട് പറ്റാത്ത വേറെന്തോ വലിയ കാര്യമാണെന്ന്. ശരി, ഞാൻ ആ കള്ളനെ പിടിച്ചോണ്ട് വരാം ബോസ്. ഇന്ന പിടിച്ചോ. അല്ല, ഇതെന്താ? നീ ഇതെന്തായി ചെയ്തത്? ഇത്രയധികം കള്ളന്മാരെ ഇത് എവിടുന്ന് വന്നു? ഞാൻ ഒരു കള്ളനെ പിടിച്ചോണ്ട് വരാനല്ലേ പറഞ്ഞേ? നിനക്കിതിന്ന് ഏത് കള്ളനെ വേണ്ടെന്ന് വെച്ചാ എടുത്തോ. ഞാൻ എല്ലാവരെയും പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എല്ലാ മനുഷ്യന്മാരും അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ചെറിയ മോഷണം നടത്തിയിട്ടുണ്ടാവും. ഓ, നിന്റെ ഒരു കാര്യം. എന്ത് കാര്യം പറഞ്ഞാലും അതങ്ങ് ഓവർ സ്മാർട്ട് ആയിട്ട് ചെയ്തിട്ട് വന്നോളും. ഇവരെ വേഗം തിരിച്ചയക്ക് ഇപ്പൊ തന്നെ. നീ ഇനി ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ കള്ളനെ പിടിച്ചോളാം. അല്ല, ഞാനിവിടെ എന്ത് ചെയ്യാ? ഇതെന്താ? ഞാനെവിടാ കുടുങ്ങിയത്? കാട്ടിലേതെങ്കിലും വേട്ടക്കാരന്റെ കയ്യിൽ അകപ്പെട്ടതാണോ? എനിക്ക് ശ്വാസം മുട്ടുന്നേ. എന്നെ രക്ഷിക്കണേ.
ഇനി ഈ ചാക്കിനുള്ളിൽ ആരാ? വേഗം തുറക്ക്. നീയോ? നീ ഈ ചാക്കിനകത്ത് എന്തെടുക്കുക? ഇതിനർത്ഥം നീയും എപ്പോഴോ മോഷണം നടത്തിയിട്ടുണ്ടെന്നല്ലേ? അത് സോറി, ഞാൻ 1-2 തവണ മറ്റുള്ളവരുടെ പാടത്ത് പോയിട്ട് ക്യാരറ്റ് ഒക്കെ കട്ട് തന്നിട്ടുണ്ട്. ഒരു തവണയൊക്കെ കഴിച്ചിട്ടുള്ളൂ. സോറി വീർ, ഐ എം റിയലി സോറി. ഇനി ഒരിക്കലും ചെയ്യില്ല, സത്യമായിട്ടും. ഓക്കേ, ഇനി ഒരിക്കലും മോഷ്ടിക്കരുത്. മോഷ്ടിക്കുന്നത് തെറ്റായ കാര്യാ. അതിപ്പോ 1 രൂപയാണെങ്കിലും 1 ക്യാരറ്റ് ആണെങ്കിലും. ഈ വണ്ടിയുടെ ഐഡിയ എന്നൊക്കെ പറഞ്ഞാലേ ഒരു 1.5 ഇന്റലിജന്റ് ഐഡിയ ആണ് കേട്ടോ. അതെന്താണെന്ന് മാത്രം ചോദിക്കരുത്. അതിനിവിടെ ആരും ചോദിച്ചില്ല. തോറ്റുപോകും. എന്റെ ഡാൻസ് കളിക്കാനുള്ള കഴിവൊക്കെ ഞാൻ ഇവനിപ്പൊ കാണിച്ചു കൊടുക്കാം. മത്സരത്തിന് ഇവൻ എങ്ങനെങ്ങാനും ഡാൻസ് ചെയ്താൽ വീറിന്റെ ഗ്രൂപ്പ് ഉറപ്പായും ജയിക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ജിൻഡു, നീ ഇതൊക്കെ മാജിക് ഉപയോഗിച്ചല്ലേ ചെയ്തത്? മാജിക് ഉപയോഗിക്കാതെ പ്രാക്ടീസ് ചെയ് പ്ലീസ്. നമുക്ക് കോമ്പറ്റീഷനിൽ മാജിക് ഉപയോഗിക്കാൻ കഴിയില്ല ജിൻഡു. അതെന്താ പറ്റാത്ത? ഇതൊന്നും ആരും അറിയില്ല. പക്ഷെ ഞങ്ങൾക്കറിയാലോ. അപ്പൊ അത് ചീറ്റിംഗ് ആവും. ഒരു കോമ്പറ്റീഷനിൽ ചീറ്റിംഗ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. നിനക്ക് എന്റെ മാജിക് അല്ലേലും തീരെ ഇഷ്ടമല്ലല്ലോ. ഈ വീറിന് അല്ലെങ്കിലും എന്റെ ടാലന്റ് ഒന്നും ഇഷ്ടമല്ല. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരട്ടെ, വിശന്നിട്ട് വയ്യ. ഹലോ ചിണ്ടു. ഹായ് ബണ്ടി. ഇന്നാ ഈ ചോക്ലേറ്റ് കഴിക്കുന്നോ? ആ പിന്നല്ലാതെ, എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടാ. ഞാൻ വേണമെങ്കിൽ നിനക്ക് എന്നും ഇതുപോലെ ഒരുപാട് ചോക്ലേറ്റ് തരാം. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താ ഡിമാൻഡ്? നീ ഞങ്ങളുടെ ഗുരു ആകുമോ? നീ ഞങ്ങളെ ഡാൻസ് പഠിപ്പിക്ക്. ഞങ്ങളെ എല്ലാവരും നിന്റെ ശിഷ്യന്മാരാക്കാൻ പറ്റുമോ ഗുരുജി? ആ പിന്നെന്താ. പക്ഷെ ഡെയിലി ചോക്ലേറ്റ് തരുന്ന കാര്യം മറക്കണ്ട കേട്ടോ. വരൂ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അല്ലേ ജിൻഡു എവിടെ പോയി കിടക്കുക? എന്റെ നടു ഒടിഞ്ഞേ. ചിണ്ടു, നിനക്ക് നേരെ ചൊവ്വ പഠിപ്പിക്കാൻ അറിയില്ലേ? ഇങ്ങനെ പോയാൽ നിനക്ക് ഞാൻ ചോക്ലേറ്റ് തരില്ല. തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. ചോക്ലേറ്റ് നിന്റെ അടുത്ത് കിട്ടിയേ പറ്റൂ. എന്നാ പിന്നെ ഇവന്മാരുടെ ദേഹത്ത് കുറച്ച് മാജിക് പ്രയോഗിച്ചാലോ? ഇനി നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റും. ഞാനിത് ചെയ്തല്ലോ. ഞാൻ ഡാൻസ് കളിച്ചു. എന്ത് രസമായി കളിപ്പാട്ടം കാണാൻ. ചുൾബുൾ, ഇത് കണ്ടില്ലേ? ഇതിനെ കാണാൻ ഒരു പാവക്കുട്ടിയെ പോലില്ലേ? എന്റെ ഡോങ്കി സെൻസ് പറയുന്നത് ഈ കളിപ്പാട്ടം എടുത്ത് കളയാനാണ്. എന്തോ ഒരു പ്രശ്നമുണ്ട്. പറഞ്ഞുകൊണ്ട് ക്യാരറ്റ് കഴിക്കാൻ നല്ല രസമായിരിക്കും. വീർ, ഈ കളിപ്പാട്ടം കണ്ടോ? എന്ത് രസവാ. നമ്മളെ ടെറസിൽ വന്നതാ. ഏതെങ്കിലും കിളി എവിടെന്നെങ്കിലും കൊത്തിയെടുത്തോണ്ട് വന്നിട്ടതായിരിക്കും. അങ്ങനെയായിരിക്കും നമ്മുടെ ടെറസിൽ വീണത്. കളിപ്പാട്ടം ചിരിക്കുന്നു. അതിന്റെ ഏതെങ്കിലും ബട്ടൺ ഓണായി കാണും. എന്റെ ഡോങ്കി സെൻസ് അപകട സൂചനയാണ് തരുന്നത്. അതിനെ എടുത്ത് കാണാം, വേഗം. Wing suit on.
ഇംലി, വീറിനെന്താ പറ്റിയത്? അറിയില്ല, അവൻ അനങ്ങുന്ന പോലെ ഇല്ല. വേഗം ഇവനെ അപ്പൂപ്പന്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. ഇന്നത്തോടെ എന്റെ ബോസിന്റെ സ്വപ്നങ്ങളെല്ലാം സഫലമാകുമെന്നാ തോന്നുന്നേ. അപ്പൂപ്പ, വീർ പഴയതുപോലെ ആകുമോ? ഇതെല്ലാം ഞാൻ കാരണം സംഭവിച്ചേ. ഐ എം സോറി അപ്പൂപ്പ. ഇതെല്ലാം ഞാൻ കാരണമാ സംഭവിച്ചത്. ഞാൻ പറക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഐ എം വെരി സോറി അപ്പൂപ്പ. കുട്ടികളെ, നിങ്ങൾ ആരും സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം ആ മാഡ്മാക്സ് കാരണമാണ് സംഭവിച്ചത്. വീറ് പഴയതുപോലെയാകും. നിങ്ങളാരും